ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ ഡീൽ എന്ന് കൊണ്ടുവന്ന് പ്രതിപക്ഷം തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചർച്ച അങ്ങ് അതിനെ ബാക്ക് ഫൂട്ടിലേക്കാക്കി. അത് 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ അവർ ഉന്നയിക്കേണ്ടത് എന്താണ്? 10 വർഷം ഇവരെന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല എന്നുള്ള ഒരു സംവാദം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷമാണ് ശ്രമിക്കേണ്ടത്. അവിടെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പകരം ഡീലിലേക്ക് ഇന്നലെ ആദ്യം കെ സി വേണുഗോപാലൊക്കെ കൊണ്ടുവന്നു പാലക്കാടും 10 മണ്ഡലങ്ങളും. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് വട്ടിയൂർക്കാവിൽ വരെ ഡീൽ ഉണ്ടെന്ന് കെ മുരളീധരൻ പറയണം. അപ്പൊ അവർ ഡീൽ എന്ന നിലയ്ക്ക് ഇവരുടെ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അങ്ങനെ ഒരു ഡീൽ എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ടാണ്? അല്ല, എനിക്ക് തോന്നുന്നു അവർ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ UDF പ്രതീക്ഷിച്ചിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് കണ്ടാണ് ഇപ്പോൾ ഈ ഡീൽ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് ക്യാഷ് ചെയ്യേണ്ട സമയമാണ്. ഇതല്ല, ഈ സമയത്തല്ലാതെ അത് എപ്പോഴാണ് ക്യാഷ് ചെയ്യാം? ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പാർട്ടിയിൽ പ്രവർത്തകരിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പ്രതിപക്ഷത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ഭരണവിരുദ്ധ വികാരമില്ല ഉണ്ടെങ്കിൽ പ്രതിപക്ഷം ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് സംസാരിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ 2021 പ്രകടന പത്രിക എടുത്തു. നിങ്ങൾ ഇത് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്തില്ല. ചർച്ചയാവുന്നുണ്ടോ? എവിടെ ചർച്ചയാവുന്നു? പാലക്കാട് ഡീലും വട്ടിയൂർക്കാവിലെ ഡീലും. ആ ഡീലുകൾ മാത്രമേ സംസാരിക്കൂ. ഒരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. എത്ര മണിക്കൂറായി MP രാജേഷ് VT ബൽറാമിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട്? ഒരു 5 വർഷവും അവിടെ 10 വർഷവുമാണ്. 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു? 5 വർഷക്കാലം ഇരുന്ന് എനിക്കിത് ചെയ്യാനും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഒരു മന്ത്രി, ഒരു സിറ്റിംഗ് MLA വെല്ലുവിളിക്കുകയാണ്. 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന ആ മണ്ഡലത്തിലെ പഴയ MLAക്ക് ആ ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? പറയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന് ആദ്യം നിങ്ങൾ തയ്യാറാവും, എന്നിട്ട് ഞാൻ വരാം. അതാണോ അതിന് മറുപടി? BJP ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ BJP വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. കാരണം UDF വരണമെന്നോ LDF വരണമെന്നോ അവർക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും വരില്ല എന്ന് പറയുന്നു. എന്നാൽ ആര് വരുമെന്ന് പറയാൻ പറ്റില്ല. BJP ഒരു നിർണായക ശക്തിയാവുന്നേ പറയുന്നുള്ളൂ. ഇതിൽ എനിക്ക് മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ഒരാൾക്ക് എങ്ങനെ പറയാം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അല്ലാതെ പറയാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഒപ്പീനിയൻ വെച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ നമ്മൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട്. ആ ഒരു ട്രെൻഡ് ഏതുവരെ നിന്നു? കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം നടന്ന് കെ സുധാകരൻ പാർട്ടി വിട്ടു പോകും എന്നൊക്കെയുള്ള വലിയ കോലാഹലം നടക്കുന്ന, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ബന്ധപ്പെട്ട അടി നടക്കുന്ന അതിനുശേഷമാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല, LDFന് എഡ്ജ് ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ഭരണവിരുദ്ധ വികാരം നമുക്ക് അങ്ങനെ അളക്കാൻ പറ്റുമോ? ഞാൻ കരുതുന്നില്ല. കാരണം 2004 UPA സർക്കാർ വരുന്നത് എങ്ങനെയാണ്? അന്ന് ഇന്ത്യ തിളങ്ങുന്ന വലിയ ക്യാമ്പയിൻ. അന്ന് എല്ലാവരും കരുതി ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് കരുതിയത്. പക്ഷേ ഒരു സൈലന്റ് വേവ് ഉണ്ടായിരുന്നു എന്ന് റിസൾട്ടിന് ശേഷമാണ് അറിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ മാൻഡേറ്റ് സൂചിപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ്. അതിന് ഒരു മാറ്റം നമുക്ക് തോന്നാനുള്ള കാരണം ഇപ്പോൾ UDFലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോഴാണ്. അതാണ് ജനത്തിന്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. എനിക്കൊരു സംശയമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ മുമ്പത് LDF LDF ഭരിക്കുമ്പോൾ UDFന് ആ ഭരണവിരുദ്ധ വികാരം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നു, UDF ഭരിക്കുമ്പോൾ LDFന് ആ ഭരണവിരുദ്ധ വികാരം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നു. അതിനെ ഏകീകരിക്കാൻ സാധിക്കുന്നു. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ പുറത്ത് അവർക്ക് രണ്ടാമത് ഭരണം കിട്ടുന്നു എന്നുള്ളൊരു രീതിയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP ഒരു നിർണായക ശക്തിയാണ്. NDA എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട്. LDA വോട്ട് പിടിക്കുന്നു. 36 മണ്ഡലങ്ങളിൽ അവർക്ക് 35,000-ന് മുകളിൽ വോട്ടുണ്ട്. അപ്പോൾ വളരെ നിർണായകമായ ശക്തിയായിട്ട് അവർ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ അത് ഭിന്നിച്ചു പോകുവാനല്ലേ ഇടയാക്കുക? 10 വർഷം കഴിയുന്ന ഒരു സർക്കാരിന് സ്വാഭാവികമായും നമ്മൾ ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിക്കണം. പക്ഷെ അതിൻ്റെ തോത് എത്രത്തോളം എന്നത് പ്രകടമാണ്. അത് എത്രത്തോളം പ്രതിഫലിക്കും, എത്രത്തോളം വരും. അതിനൊപ്പം തന്നെയാണ് ഈ വോട്ട് ഷെയർ ഉയർത്തുന്നതിലും സീറ്റുകൾ നേടുന്നതിനും പ്രധാനമാണ് ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം പ്രതിപക്ഷം എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു എന്നതും കൂടി ഇതിലൊരു ഘടകമാണ്. ഇതൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് സീറ്റ് നിലയിലേക്ക് വരിക. ഇപ്പോൾ മാർഷൽ ജി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് NDAയുടെ ഒരു ഭരണവിരുദ്ധ വികാരം എങ്ങനെ വരും എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികമായും നമ്മൾ ഇതുവരെ കാണുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ എന്നത് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണെങ്കിൽ, ചെറിയതാണെങ്കിൽ പോകും, അതിശക്തമാണെങ്കിൽ അത് തൊട്ടടുത്ത എതിരാളിയിലേക്ക്, തൊട്ടടുത്ത ജയസാധ്യതയുള്ള കാൻഡിഡേറ്റിലേക്ക് ഇതൊന്നാകെ അലയടിച്ച് പോകുന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറേ സീറ്റുകളിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം.
140 സീറ്റിൽ കുറച്ച് സീറ്റുകളിലെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കണം. മറ്റിടത്ത് അത് 2ആയിട്ട് പോകാം. അതിൽ നമ്പർ എത്രയാണ് എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് UDF അവകാശപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് കൊണ്ടാണ്. പക്ഷേ അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് LDF പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ, അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിലവിൽ UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ക്രൂഷ്യലാണ്. അവർക്ക് അധികാരം പിടിച്ചേ പറ്റൂ. അധികാരം നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും പ്രധാനമാണ്. കാരണം ഇല്ലെങ്കിൽ രാജ്യത്ത് എവിടെയും ഇല്ലാത്തൊരു മുന്നണിയും പാർട്ടിയുമായിട്ട് CPM-ഉം LDF-ഉം മാറും. അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ഫൈറ്റായിട്ട് വരുന്ന സമയത്ത് നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും ആരായാലും അധികാരത്തിൽ വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയാണ് ഇത്തവണ BJP-ക്ക് ഒരു അനുകൂലമായ കാലാവസ്ഥയുള്ളത്. മുൻകാലങ്ങളിൽ BJP-ക്ക് 1-2 സീറ്റുകളിലാണ് ഒരു മേൽക്കൈ ഉള്ളത്. ആ സീറ്റിൻ്റെ ആ മത്സരം നടക്കുന്ന സ്ഥലത്ത് രണ്ട് മുന്നണികളും BJP ഒരിക്കലും വരരുത് എന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കാറുണ്ട് എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ നോക്കുമ്പോൾ, നിയമത്തടക്കം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ എന്തായാലും അധികാരം വേണം എന്നുള്ള ഒരു നിലപാടായതുകൊണ്ട് അവിടെ പോയി BJP-യെ തോൽപ്പിക്കാനോ ഒന്നും ഈ രണ്ട് മുന്നണികളും ശ്രമിക്കാറുമില്ല എന്നാണ് നമുക്ക് ഇതുവരെയുള്ള പ്രചരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ അപ്രതീക്ഷിതമായി BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും. മാത്രമല്ല, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ അത് ചില മതപരമായ വിശ്വാസപരമായ ചില ഒരു വിരുദ്ധതയാണ് സർക്കാരിനോടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല പോലെ വൈകാരികമായിട്ട് കാണുന്ന ആൾക്കാർ, ചർച്ച വരുന്നതല്ല, ചിലർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീ വോട്ടർമാരടക്കം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ വോട്ട് അതെങ്ങോട്ട് പോകും? സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് മനസ്സിലാക്കാം, ഒരു പക്ഷേ LDF വന്നാലോ എന്ന് പേടിച്ച് ഇനി BJP-ക്ക് കൊടുത്താൽ LDF അതൊരു അവർക്ക് അനുകൂലമാകുമെന്ന് പേടിച്ച് UDF-ന് തന്നെ കൊടുക്കുക. ഇത്തവണ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇത്തവണ BJP-ക്ക് കൊടുക്കാനുള്ളവർ BJP-ക്ക് കൊടുക്കും, UDF-ന് കൊടുക്കാനുള്ളവർ UDF-ന് കൊടുക്കും, LDF-ന് കൊടുക്കാനുള്ളവർ LDF-ന് കൊടുക്കും. ഈ വിഷയം പറയുമ്പോഴും വികസനം അല്ലെങ്കിൽ വികസന നമ്മളിതിനെ നമുക്ക് അളവുകോലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, കേന്ദ്ര സർക്കാരാണ്. കഴിഞ്ഞ 3 തവണയായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ 10 വർഷത്തെ ഭരണത്തിന് ശേഷം 3ാം ഭരണത്തിന് വേണ്ടി നരേന്ദ്രമോദി പുറപ്പെടുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിലെ ജനം അവിടെ കൊടുത്തത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടോ, അഴിമതിയുണ്ടോ എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അവിടെ അഴിമതി ആരോപണമൊന്നും വലുതായിട്ട് വരാത്തത് കൊണ്ട് സീറ്റ് കുറഞ്ഞെങ്കിലും അവർക്ക് ഭരണം നിലനിർത്താൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇത്തവണ LDF-ന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിച്ചാലും അതിനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് വളരെ ചെറിയ ഒരു സീറ്റിന്റെ ബലത്തിൽ ഭരണത്തിൽ വരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്.